നമസ്കാരം. ഇന്ന് ആറങ്ങോട്ടുകര കാർത്യായനി ഭഗവതി ക്ഷേത്രത്തിലാണ് വന്നിട്ടുള്ളത്. 1500 വർഷം പഴക്കമുള്ള ഒരു ദേവി ക്ഷേത്രമാണ്. ഇവിടുത്തെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ദേവി മാധവിലത എന്ന മരത്തിന് താഴെയാണ് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത്. വിഗ്രഹ പ്രതിഷ്ഠ ഇല്ലാത്ത ഒരു ക്ഷേത്രം കൂടിയാണ്. അതുപോലെ തന്നെ ഭാരതപ്പുഴയിൽ വെള്ളം നിറയുന്ന സമയത്ത് ഈ ക്ഷേത്രത്തിലെ മണിക്കിണർ നിറയുകയും ശ്രീകോവിലിന് ചുറ്റും വെള്ളം നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുകയും ചെയ്യും എന്നുള്ള ഒരു അപൂർവമായ പ്രത്യേകത കൂടി ഇവിടെ കാണാൻ കഴിയും. ഈ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് കാണാം. നവരാത്രിയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം. ചരിത്രപ്രസിദ്ധമായ ആറങ്ങോട്ടുകര കാർത്യായനി ഭഗവതി ക്ഷേത്രം പാലക്കാട് ജില്ല തൃശ്ശൂർ ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന നിളയുടെ തീരത്തുള്ള ദേശമംഗലം പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. വിഗ്രഹപ്രതിഷ്ഠയില്ലാത്ത കേരളത്തിലെ അപൂർവമായ ക്ഷേത്രങ്ങളിൽ ഒന്നായ ഇവിടെ മാധവിലത എന്ന സസ്യത്തെയാണ് ആരാധിക്കുന്നത്. ദേവി ചൈതന്യം കുടിക്കൊള്ളുന്ന ഔഷധ ഗുണമുള്ള ഒരു മരമായി ഇതിപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. വിഗ്രഹത്തിൻ്റെ സ്ഥാനത്ത് സ്വയംഭൂ ആയി മുളച്ചു പൊന്തിയതാണ് മാധവിലത. ഒരു കാലത്ത് ഇവിടെ കണ്ണാടി ബിംബം പ്രതിഷ്ഠിച്ചിരുന്നുവെന്നും പിന്നീട് അത് ഭൂമിയിലേക്ക് താണുപോയി എന്നുമാണ് വിശ്വാസം. വിഗ്രഹത്തിൻ്റെ സ്ഥാനത്ത് വലിയ ഗർത്തമാണിവിടെ. വനദുർഗ ഇവിടെ പാതാള ഭൈരവിയായി കുടികൊള്ളുന്നു എന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത്. ഈ ഗർത്തത്തിലൂടെ ഭാരതപ്പുഴയിലേക്ക് ഒരു രഹസ്യ വഴിയുണ്ടെന്നും പറയപ്പെടുന്നു. മഴക്കാലത്ത് പുഴ നിറയുമ്പോൾ ആ ഗർത്തത്തിലൂടെ വെള്ളം ശ്രീകോവിലിൽ എത്തും. ആ സമയത്ത് പ്രത്യേകം സ്ഥാപിച്ച കൽത്തറയിലാണ് പൂജകളും വഴിപാടുകളും നിർവഹിക്കുന്നത്. ഈ ഗർത്തത്തിലെ ജലത്തിന് ഔഷധ ഗുണമുള്ളതായും പറയപ്പെടുന്നു. മഴയും മഞ്ഞും വെയിലും ഏറ്റുവാങ്ങുന്ന ശ്രീകോവിൽ, അവിടെ മാധവിലത എന്ന അപൂർവമായ സസ്യം, അതിനെ ആരാധിക്കുന്ന ഒരു ക്ഷേത്രം. ശ്രീകോവിൽ ചുറ്റിവരിഞ്ഞു നിൽക്കുന്ന മാധവിലതയുടെ വള്ളികൾ ദേവിയുടെ കേശഭാരത്തിൻ്റെ പ്രതീകമായാണ് ഭക്തർ കണക്കാക്കുന്നത്. അതിപുരാതനമായ ഈ പ്രകൃതി ക്ഷേത്രത്തെക്കുറിച്ച് നമ്മൾക്ക് കൂടുതൽ അറിയാൻ ശ്രമിക്കാം. പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഒരു ക്ഷേത്രമാണ്, ദേവി ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രം 1500 വർഷം പഴക്കമുണ്ട് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എന്താണ് ഇതിൻ്റെ ഒരു ഐതിഹ്യം? എൻ്റെ പേര് രമേശ് തന്നെയാണ്. പുതിയ മണിക്കരയാണ്. ഇത് 1500 ഇത് പറയണു. ഏതിലും കൂടുതലുണ്ടോ കുറവാണോ നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഈ മാധവിലതയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. പിന്നെ പ്രതിഷ്ഠ ഇല്ല. ഒരു ചെറിയൊരു കിണർ മാതിരിയാണ്. അതിനുള്ളിൽ വർഷക്കാലമായ വെള്ളം നിറയും. അപ്പോൾ മഴ നിന്നതിന് ശേഷം വെള്ളം പോയി. 2 ദിവസം മുന്നേ വെള്ളം ഇവിടെയൊക്കെ വെള്ളമായിരുന്നു. മുട്ടിന് വെള്ളം ഉണ്ടായിരുന്നു. ഇവിടുത്തെ പ്രധാന വഴിപാട് എന്ന് പറഞ്ഞാൽ വിളക്ക്. നവരാത്രിയാണ് വിശേഷം. വിദ്യാസംബന്ധമായ അതാണ് നവരാത്രി കാലം. അതാണ് ഏറ്റവും വലിയൊരു ഉത്സവം. വിശേഷമായിട്ടുള്ളതല്ല, തോന്നുന്നൊന്നുമില്ല. ഈ മാധവിലത പറയുന്ന വള്ളി ഔഷധ ഗുണമുള്ള ഇതാണ്. ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഒരു ചൈതന്യം തന്നെയാണ്. അതാണ് ഇതിങ്ങനെ നിലനിർത്തിയിരിക്കുന്നത്. കേരളത്തിലെ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ അപൂർവമായ ആചാരങ്ങളും ഐതിഹ്യങ്ങളും ഉള്ള ഒരു ക്ഷേത്രമാണ് ആറങ്ങോട്ടുകര കാർത്യായനി ഭഗവതി ക്ഷേത്രം. കേരളത്തിലെ ക്ഷേത്ര സംസ്കാരം പ്രകൃതിയുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രകൃതിയാണ് ദൈവം എന്ന് തിരിച്ചറിഞ്ഞ ഒരു പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു. അടുത്ത ക്ഷേത്രവിശേഷങ്ങളുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.